കോടികൾ ചെലവിട്ട് കൊട്ടിഘോഷിച്ച് കായിക വകുപ്പ് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റും പാഴ്ചെലവായിരുന്നെന്ന പരാതി. 3,62,00,000 രൂപ ചെലവിട്ട് നടത്തിയ പരിപാടിയിലൂടെ ഒരു നിക്ഷേപം പോലും വന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ആക്ഷേപം. 5,000 കോടി രൂപയുടെ നിക്ഷേപം കായിക മേഖലയിലേക്ക് വരുന്നു എന്നായിരുന്നു മന്ത്രിയുടെ അന്നത്തെ പ്രഖ്യാപനം. സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിലെ വേദിയുടെ വാടക ഇനത്തിൽ 40 ലക്ഷം, ഭക്ഷണത്തിന് 32 ലക്ഷം, കലാ സാംസ്കാരിക പരിപാടികൾക്ക് 40 ലക്ഷം, റോഡ് ഷോയ്ക്ക് 29 ലക്ഷം, മാധ്യമ പ്രചാരണത്തിന് 76 ലക്ഷം, ആകെ മൊത്തം 3,61,75,000 രൂപ. രാജ്യത്തെ തന്നെ ആദ്യ കായിക ഉച്ചകോടി എന്ന പേരിൽ 2024 ജനുവരിയിൽ നടത്തിയ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായ ആകെ തുക. ഈ പരിപാടിയിലൂടെ 5,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചെന്നായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണോ പറ്റിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കായിക മേഖലയിലെ ഉള്ള ആൾക്കാരെ മുഴുവൻ പറ്റിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ സ്പെയിനിൽ പോയി സർക്കാർ ഖജനാവിൽ നിന്ന് 13 ലക്ഷം രൂപ കളഞ്ഞതിന് സമാനമായ പാഴ്ചെലവാണ് ഇതെന്നാണ് കായിക പ്രേമികളിൽ നിന്ന് ഉയരുന്ന പരാതി. സ്പോർട്സ് ഡെസ്ക് 24.